സമൂഹത്തിന്റെ മുഴുവൻ അഭിപ്രായം എതിരാവുകയും വലിയ തോതിൽ ഷൈനിയുടെയും രണ്ട് പെൺമക്കളുടെയും മരണം ചർച്ചയാവും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ കോടതിയിൽ നോബി ലൂക്കോസ് ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അന്ന് ജാമ്യം കിട്ടിയിരുന്നില്ല. പിന്നെ പോലീസിനോട് കോടതി വിശദമായ രീതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പ്രതിഭാഗം കോടതിയിൽ ഈ വാദത്തെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു. പക്ഷെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും നോബിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ കേസുമായി എല്ലാം അപ്പുറത്തേക്ക് നോബിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരമുള്ള കേസുകൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പൊതുസമൂഹത്തിന് അത് തെറ്റായ രീതിയിലുള്ള സന്ദേശം നൽകുമെന്നായിരുന്നു തുടക്കം മുതൽ പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഇങ്ങോട്ട് ജില്ലാ സെഷൻസ് വരെയുള്ള എല്ലാ ഘട്ടത്തിലും വാദിച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെയാണ് ഈ കേസിൽ ഉപാധികൾ എന്നുള്ളതാണ്. ആരോപണങ്ങളും നോബിക്കും കുടുംബത്തിനും എതിരായിരുന്നു. പ്രത്യേകിച്ച് തൊടുപുഴ കരിങ്കുന്നം പോലീസ് സ്റ്റേഷന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഉണ്ടായിരുന്നു. ഗാർഹിക പീഡനം പരാതിയിൽ പല കേസുകൾ എടുത്തിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷൈനി ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷൈനി ചേച്ചിയുടെ ഭർത്താവായ നോബിയുടെ അതിനകത്തുള്ള ബന്ധം, ഷൈനി ചേച്ചിയുടെ അമ്മായിയമ്മ, അപ്പൻ, അവരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ഒരു ഗാർഹിക പീഡനമായിരുന്നു ആ ചേച്ചി അനുഭവിച്ചിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഈ കേസൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഫാദർ ബോബിയുടെ ഒരു അറസ്റ്റാണ്. അതിൽ അവരെ ജീവിക്കാൻ പോലും സമ്മതിക്കാതിരുന്നത്, ലോൺ എടുപ്പിക്കുകയും വിദേശത്ത് വിടാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരോട് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോൾ വീടിന് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഷൈനി ചേച്ചി കുഞ്ഞുങ്ങൾക്ക് ഒരു നീതി വേണം. എന്തായാലും അവർ ഈ ലോകത്തിലില്ല. കോടതിയിൽ നിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒരു നീതി എന്ന് പറഞ്ഞൊരു സംഭവം വന്നാൽ പോലും അത് കാണാനോ കേൾക്കാനോ അവരിന്നില്ല. എന്നിരുന്നാൽ പോലും അവരുടെ ആത്മാവിനൊരു ശാന്തി കിട്ടണം എന്ന തരത്തിലൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കമന്റ് രൂപേണ അറിയിക്കാറുണ്ട്. അത് എത്രയും വേഗം അവർക്ക് ആ നീതി കിട്ടണം, ഈ കേസിനൊരു അന്തിമ വിധി വരണം എന്ന തരത്തിലൊക്കെ. അപ്പോൾ എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത പ്രകാരം പോലീസുകാരെന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ഇവർ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം നോബിക്ക് ജാമ്യം വേണമെന്നും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ജാമ്യ അപേക്ഷ കോടതി തള്ളി. അതിന്റെ മെയിൻ കാരണം തന്നെ ഈ പ്രതി പുറത്തു പോയി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സാക്ഷികളായ ആൾക്കാരെ സ്വാധീനിച്ച് ഈ കേസ് ചിലപ്പോൾ വഴിതിരിച്ച് വിട്ടാലോ, അതായത് യഥാർത്ഥ പ്രതികൾ മറഞ്ഞിരിക്കപ്പെട്ടു പോകാം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നോബിയുടെ ജാമ്യം അന്ന് കോടതി അനുവദിച്ചിരുന്നില്ല. അതോടൊപ്പം ഷൈനി ചേച്ചിയുടെ ഫാദർ കുര്യാക്കോസും ചെന്നിട്ട് നോബിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയും കൊടുത്തിരുന്നു. അങ്ങനെ നോബിയുടെയും ഷൈനി ചേച്ചിയുടെ ഫോണൊക്കെ പോലീസ് വാങ്ങുകയും വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നോബിക്ക് കോടതി ഉപാധികളോടെ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. 28 ദിവസങ്ങൾക്ക് ശേഷമാണ് നോബി ഇപ്പം ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. വിശദമായ വാർത്തകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഈ ശർക്കര തള്ളയനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും ഈ ഫാദർ ബോബിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. മൊബൈൽ പരിശോധനകളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും കേസ് ഇത്ര നല്ല രീതിയിൽ പോകുന്നതിൽ വളരെ സന്തോഷം. പോലീസുകാർക്കൊക്കെ ഒരു സല്യൂട്ട്. അതോടൊപ്പം കോടതിയോട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഷൈനി ചേച്ചി കുഞ്ഞുങ്ങളെ ഓർക്കും വളരെ വേദനയാണ്. കാരണം ഓരോരുത്തരും ആർക്കും മറക്കാൻ പറ്റുന്നില്ല അവരെ. സന്തോഷമുണ്ട്. ഷൈനി ചേച്ചി കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അവർക്ക് ആത്മാവിനെങ്കിലും അവർക്ക് നമുക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമായി തന്നെ ഒരു വിധി വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം പ്രവാസി സംഘടനയൊക്കെ ചേർന്ന് ഈ ഷൈനി ചേച്ചിയുടെ ലോണൊക്കെ അടച്ചു തീർത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ചേച്ചിക്ക് എതിരായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ സൈഡിൽ നിന്നും കോടതിയുടെ സൈഡിൽ നിന്നും നല്ല തരത്തിൽ ഈ കേസിന് അനുകൂലമായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോവാം. പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കഴിഞ്ഞ 28 ദിവസമായി കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന നോബി ലൂക്കോസ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിന്റെ മുഴുവൻ അഭിപ്രായം എതിരാവുകയും വലിയ തോതിൽ ഷൈനിയുടെയും രണ്ട് പെൺമക്കളുടെയും മരണം ചർച്ചയാവും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഭർത്താവ് നോബി ലൂക്കോസിനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. മരിക്കുന്നതിന്റെ തലേന്ന് ഫെബ്രുവരി 27-ാം തീയതി നോബി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഒപ്പം തന്നെ മാനസികമായി തളർത്തുന്ന രീതിയിൽ സംസാരിച്ചതുമൊക്കെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നോബിക്കെതിരെ പ്രേരണ കുറ്റമായി ബന്ധപ്പെട്ട് ചുമത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ഏറ്റുമാനൂർ കോടതിയിൽ നോബി ലൂക്കോസ് ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അന്ന് ജാമ്യം കിട്ടിയിരുന്നില്ല. പിന്നീട് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് നോബി ലൂക്കോസ് ജാമ്യാപേക്ഷയുമായി എത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലീസിനോട് കോടതി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോലീസ് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് ഈ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ അതിശക്തമായ രീതിയിൽ തന്നെ നോബി ലൂക്കോസിന് ജാമ്യം നൽകുന്നതിനെ എതിർത്തിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പോലീസിനോട് കോടതി വിശദമായ രീതിയിൽ കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. കേസ് ഡയറി ഹാജരാക്കിയതിനു ശേഷം ഇതിന് ഏറ്റവും പ്രധാനമായ തെളിവ് എന്ന് പറയുന്നത് ഈ ഫോൺ വിളിച്ച രേഖകൾ തന്നെയായിരുന്നു. വാട്സ്ആപ്പ് വഴി ഫോൺ വിളിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിഭാഗം കോടതിയിൽ ഈ വാദത്തെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു. അത്തരത്തിലൊരു ഫോൺ കോൾ ഇല്ല എന്ന തരത്തിലേക്കായിരുന്നു. പക്ഷേ പോലീസിന് ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷനും പോലീസും കോടതിയിൽ നിരത്തിയിരുന്നു. പക്ഷേ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില വാദങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 28 ദിവസത്തിന് ശേഷം ഇപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി നോബി ലൂക്കോസിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യം ഉത്തരവ് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ചില ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉപാധികൾ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി
കൃത്യമായ രീതിയിൽ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്ന് പറയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ നോബിക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മാർച്ച് മാസം 5-ാം തീയതിയാണ് നോബിയെ തൊടുപുഴയിലെ വീട്ടിലെത്തി ഏറ്റുമാനൂർ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിളിച്ച് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് റിമാൻഡിലേക്ക് പോവുകയും ചെയ്തത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും നോബിയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യേക ഒരു അഭിഭാഷകനെയൊക്കെ നിയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ എതിർക്കുന്ന ഘട്ടമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനർഹമായ രീതിയിൽ തന്നെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നിരുന്നു. അതിനെല്ലാം അപ്പുറത്തേക്ക് നോബിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരമുള്ള കേസുകൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പൊതുസമൂഹത്തിന് അത് തെറ്റായ രീതിയിലുള്ള സന്ദേശം നൽകുമെന്നായിരുന്നു തുടക്കം മുതൽ പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതി മുതൽ ഇങ്ങോട്ട് ജില്ലാ സെഷൻസ് വരെയുള്ള എല്ലാ ഘട്ടത്തിലും വാദിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കോടതി ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്തൊക്കെയാണ് ഈ കേസിൽ ഉപാധികൾ എന്നുള്ളതാണ്. നമുക്കെല്ലാം തന്നെ അറിയാം, മനുഷ്യ മനസാക്ഷി ഒക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമായിരുന്നു ആ ഷൈനിയും 2 പെൺമക്കളും ഫെബ്രുവരി മാസം 28-ാം തീയതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആ ദിവസം മുതൽ ഇങ്ങോട്ട് വലിയ തോതിൽ ഇത് ചർച്ചയായിരുന്നു. എല്ലാ ആരോപണങ്ങളും നോബിക്കും കുടുംബത്തിനും എതിരായിരുന്നു. പ്രത്യേകിച്ച് തൊടുപുഴ കരിങ്കുന്നം പോലീസ് സ്റ്റേഷന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഉണ്ടായിരുന്നു. ഗാർഹിക പീഡന പരാതിയിൽ പല കേസുകൾ എടുത്തിരുന്നു. ഈ ഗാർഹിക പീഡന പരാതിയിൽ കുറ്റപത്രം തൊടുപുഴ പോലീസ് സമർപ്പിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഈ ഗാർഹിക പീഡന പരാതി മുതൽ ഇങ്ങോട്ട് ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള പീഡനം ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ ആ രീതിയിലായിരുന്നു ഏറ്റുമാനൂർ പോലീസ് അന്വേഷണ സംഘവും ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കോടതി ജാമ്യം നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. മറ്റ് അന്വേഷണ നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ മൊബൈൽ ഫോൺ രേഖകളടക്കം ശാസ്ത്രീയ പരിശോധന കഴിഞ്ഞ് കിട്ടേണ്ടതുണ്ട്. ആ സൈബർ സംഘം പരിശോധനയ്ക്ക് ശേഷം അത് FSL പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ അടക്കം പോലീസ് കാത്തിരിക്കുന്നതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതായാലും നിലവിൽ ഇപ്പോൾ നോബിക്ക് ആശ്വാസകരമായി ജാമ്യം കിട്ടിയിരിക്കുന്നു. 28 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നതാണ്. ഇവർ പറയുന്നത് നോബിക്ക് ആശ്വാസമായെന്നാണ്. നോബി വിചാരിച്ചിരിക്കുന്ന ആശ്വാസമായിരുന്നു. നിങ്ങൾക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുടുംബം അത്രയ്ക്ക് നല്ല ഫസ്റ്റ് കുടുംബമാണ്. നിന്റെ ചേട്ടനായിക്കൊള്ളട്ടെ, നിന്റെ അമ്മ ആയിക്കൊള്ളട്ടെ, നിന്റെ അപ്പനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൂടെ ഉള്ളതുങ്ങളല്ല നിന്റെ അമ്മയുടെ സഹോദരിമാര് വലിയ കന്യാസ്ത്രീമാരാ, അവരൊക്കെ ആയിക്കൊള്ളട്ടെ, അവർ ജീവിക്കാൻ പോലും അനുവദിച്ചില്ല. ഇപ്പം നിനക്ക് ജാമ്യം കിട്ടി കഴിഞ്ഞപ്പോൾ നീ വലിയ സന്തോഷിക്കുന്നുണ്ടാവും. എന്നാൽ സന്തോഷിയൊന്നും അധികം നാളുണ്ടാവത്തില്ല. കാരണം ആ ഷൈൻ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിന്റെ ചേട്ടനെ നിന്റെ അപ്പനെയൊക്കെ ചോദ്യം ചെയ്യണം. ഉടനെ അത് പോലീസിന്റെ സൈഡിൽ നിന്ന് ആ തരത്തിലുള്ള ഇത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും. പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.